ജെ.ബി. കോശി കമ്മീഷൻ റിപ്പോർട്ടിലെ ശുപാർശകൾ ഭൂരിഭാഗവും നടപ്പിലാക്കിയെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന തെറ്റിദ്ധരിപ്പിക്കുന്നതെന്ന് കണ്ണൂർ രൂപത ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കുംതല. സർക്കാർ ഒരു സമൂഹത്തോട് കാണിക്കുന്ന അവഗണനയുടെ പ്രത്യക്ഷ ഉദാഹരണമാണിതെന്നും ബിഷപ്പ് തെരഞ്ഞെടുപ്പ് ആസന്നമായപ്പോൾ കണ്ണിൽ പൊടിയിടുന്ന നിലപാടാണിതെന്നും ഷെക്കേന ന്യൂസിന് നൽകിയ പ്രതികരണത്തിൽ ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കുംതല വ്യക്തമാക്കി. യഥാർത്ഥത്തിൽ കേരളത്തിലെ ക്രൈസ്തവ സമൂഹം കേരള സർക്കാർ ഇപ്രകാരം ഒരു കമ്മീഷൻ നിയോഗിച്ചപ്പോൾ ഏറെ പ്രതീക്ഷയുണ്ടായിരുന്നു. ജസ്റ്റിസ് കോശി കമ്മീഷൻ അങ്ങനെ വിശദമായ ചർച്ചകളുടെയും പഠനങ്ങളുടെയും ഒക്കെ അവസാനം 2023 മെയ്യിലാണ് ഈ ഒരു സമഗ്രമായ റിപ്പോർട്ട് സർക്കാരിൻ്റെ മുൻപിൽ സമർപ്പിച്ചത്. പക്ഷേ ഏറ്റവും വലിയ ഒരു പ്രയാസം ഇതാണ്, ഇപ്പോഴും ആ റിപ്പോർട്ട് ഔദ്യോഗികമായി പ്രസിദ്ധീകരിച്ചിട്ടില്ല. ഈ അടുത്തിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു അതിലെ 220ഓളം റെക്കമെൻഡേഷൻസ് സർക്കാരിൻ്റെ 17 ഡിപ്പാർട്ട്മെൻറ്റുകൾ വഴി നടപ്പിലാക്കി കഴിഞ്ഞു എന്നാണ് പറഞ്ഞത്. എന്തൊരു തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു പ്രസ്താവനയാണത്. ഇതുവരെ ആ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, എന്തെല്ലാമാണ് നടപ്പിലാക്കിയെന്നുള്ള വ്യക്തമായ ധാരണ ഇവിടുത്തെ ക്രൈസ്തവ സമൂഹത്തിന് പോലും നൽകിയിട്ടില്ലെന്നുള്ളതാണ് വാസ്തവം. ഇത് സർക്കാർ ഒരു സമൂഹത്തോടുക തന്നെ കാണിക്കുന്ന അവഗണനയുടെ ഒരു പ്രത്യക്ഷ ഉദാഹരണമാണ്. ഇനി ഇലക്ഷൻ മുന്നിൽ കാണുമ്പോൾ ചോദിച്ചതുപോലെ ഇങ്ങനെ കുറേയധികം കാര്യങ്ങൾ നടത്തി അങ്ങനെ ഒരു കണ്ണിൽ പൊടിയിടുന്ന ഒരു അവസ്ഥയാവിശേഷമാണ് ഈ ഒരു പ്രസ്താവനയിൽ നിന്ന് ഞങ്ങൾക്ക് തിരിച്ചറിയുന്നത്. പ്രത്യേകിച്ച് തീരദേശത്ത് ജീവിക്കുന്ന മത്സ്യബന്ധന തൊഴിലിൽ കഴിയുന്ന നിരവധി പേരുണ്ട്, വലിയൊരു ജനാവലി. അതേപോലെ തന്നെ തോട്ടം തൊഴിലാളികളും അങ്ങനെയുള്ളവരും അസംഘടിത മേഖലയിൽ പ്രവർത്തിക്കുന്ന സാധാരണക്കാരായ തൊഴിലാളികൾ, അവർക്കൊക്കെ അർഹമായ ശ്രദ്ധയും പരിഗണനയും ലഭിക്കേണ്ടിയിരിക്കുന്നു. അതാണ് കോശി കമ്മീഷൻ്റെ റെക്കമെൻഡേഷനിൽ പ്രധാനപ്പെട്ടത്. കാരണം ക്രൈസ്തവ സമൂഹത്തിൻ്റെ സാമൂഹിക പിന്നോക്കാവസ്ഥയെപ്പറ്റി, അതേപോലെ തന്നെ അവരുടെ ജീവിതാവസ്ഥയെപ്പറ്റിയൊക്കെ നിരവധി കാര്യങ്ങൾ നൽകിയിരുന്നത് ഇവിടുത്തെ ക്രൈസ്തവ സമൂഹത്തിന് വലിയൊരു പ്രതീക്ഷയായിരുന്നു. ആ പ്രതീക്ഷയെല്ലാം അസ്ഥാനത്തായതുപോലെയാണ് ഇപ്പോഴുള്ള അനുഭവം.